സുരേഷ് കൃഷ്ണ അടിപൊളി മെമ്പറാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഇത്രയും നാളിനിടയിൽ കണ്ടുപിടിച്ച ജം എന്ന് പറയുന്ന മച്ചാനാണ് സുരേഷ് കൃഷ്ണ. നമ്മൾ സിനിമയിലെ പുള്ളിനെ വില്ലനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പുള്ളിയുടെ സിനിമ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യാണ്. പുള്ളിയെല്ലാം വില്ലനായിട്ട് കാണുന്നു, അല്ലെങ്കിൽ പുള്ളിനെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് ഇതാണല്ലോ നമ്മുടെ മനസ്സിലാവുന്നത്. പുള്ളി വർഷങ്ങൾ പണ്ട് പോലുള്ള സിനിമയിലുള്ള ആളാണ്. പക്ഷെ ഇതിലൊന്ന് പുള്ളി കോമഡിയുടെ ഉസ്താദാണ്. കൗണ്ടർ അടിച്ച് ഗിരീഷൊക്കെ അവസാനം ഞാൻ ചിരിച്ച് മറിഞ്ഞ് നിൽക്കുന്നുണ്ട്, ചേട്ടാ ഇനി കൗണ്ടർ അടിക്കരുത്, ഇനി ചിരിക്കാൻ പറ്റില്ല എന്ന്. സീരിയസ് ഫേസ് ആണ്, പക്ഷെ കൗണ്ടറുകൾ കോമഡികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ പറയുക, ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് സുരേഷ് കൃഷ്ണ. അത് കണക്ട് ആയി പെട്ടെന്ന് പുള്ളിയുടെ നല്ല അച്ഛനാണല്ലോ. നമ്മുടെ മനസ്സിൽ വില്ലനും പരിപാടിയും ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് തോന്നിയതിലാണ് കാണുന്നത്. എനിക്ക് ഇനിയും പുള്ളിയോട് വർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഒരു ഭയങ്കര ഗുഡ് എനർജിയാണ് പുള്ളി അടുത്തുള്ളപ്പോൾ. നല്ലൊരു എനിക്ക് തോന്നുന്നു ബേസിക്കലി അതാണ് മെയിൻ കാര്യം. നമ്മളൊരു ആളുടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് എനർജിയിൽ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് ആ കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് വർക്ക് ആവില്ല. അങ്ങനെ ഉള്ള ആൾക്കാരുടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിക്കാനുള്ള രീതി ചെയ്ത് പോകും. ചിലവരാണ് നമുക്കത് റൈറ്റ് സിങ്ക് ആയിട്ടുള്ളത്. അപ്പോൾ അവരെ നമുക്ക് ഇനിയും നമ്മുടെ സിനിമകൾ വേണമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കില്ല. നമ്മൾ പറയും പുള്ളിയുണ്ട്, ആളുണ്ട്, അതുണ്ട് എന്ന് പറയും. ഇപ്പം നമ്മളിപ്പോൾ എല്ലാ പരിപാടിയിലും എൻ്റെ അടുത്ത് വരുന്ന ഈ ബഡി സിനിമകളെല്ലാവരും അജുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ അജു ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചാൽ എന്റെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ അജുവിനെ കുറിച്ചായിരിക്കും സംസാരിക്കും. കാരണം അത് വെറുതെ ഫോൺ കോളിൽ സംസാരിച്ചാൽ നാളെ എന്താ സീൻ, ഇതാണ് സീൻ, അപ്പോൾ അത് എന്ത് ചെയ്യണ്ടേ, വന്നിട്ട് നോക്കളെ, അത് എത്ര കാര്യം ഞാൻ അത് പറയുന്നത് നോക്കാം. ഒന്നും സീൻ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിങ്ക് ഉണ്ട്. അത് സ്പോട്ടിലാണെങ്കിൽ ഒരു റിയാക്ഷൻ പുള്ളി പോസ്റ്റ് ഇടുമ്പോൾ അത് പോസാണെന്ന് എനിക്ക് മനസ്സിലാവും. ചില ആൾക്കാർ പറയും, നമ്മൾ ഇടയിൽ കയറി പറയില്ല, അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഞാൻ പറയാൻ വരികയായിരുന്നു എന്ന് പറയും. ചിലവരുടെ സിങ്ക് കിട്ടില്ല. അജുയുടെ റിയാക്ഷൻ ഇട്ട് നോക്കുമ്പോൾ എനിക്കറിയാം എന്തോ പറയാൻ വരുന്നുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി, പുള്ളി എന്തെങ്കിലും പറയും. സെയിം തന്നെ അജുവിന് എൻ്റെ അടുത്തും കിട്ടും. അങ്ങനെ കുറച്ച് ആക്ടേഴ്സ് ആയിട്ടാണ് നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളൂ. ഇതിന്റെ ഒരു ബോക്സ് ഓഫീസ് ലാർജർ സക്സസ് ഇത് നോക്കി